നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടാതിരിക്കുക. ചിലപ്പോൾ ഇന്നത്തേക്കാൾ മനോഹരമായിരിക്കും നാളെ. നഷ്ടപ്പെടൽ എന്നും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ചിലതൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ ഈ സഞ്ചാരം തുടരേണ്ടതുമാണ്. നമ്മുടെ നിലനിൽപ്പിന് അത് ആവശ്യവുമാണ്. കഴിയുമ്പോൾ എല്ലാം ചിരിക്കാൻ ശ്രമിക്കുക. കാരണം ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ഔഷധമാണത്. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുക. എപ്പോഴും കൂടെയുള്ളതിനെ ചേർത്ത് പിടിക്കുക. വരാനിരിക്കുന്നത് എന്തുമാകട്ടെ അതിൽ പ്രതീക്ഷ അർപ്പിക്കുക. ഏത് സാഹചര്യത്തിലും നമ്മുടെ പ്രാധാന്യം സ്വയം മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് വിലയിടാൻ അനുവദിക്കാതെ സംരക്ഷിക്കുന്നതാണ് ഉത്തമം. നിങ്ങൾക്കുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തുക. നിങ്ങളോടുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ തിരുത്തേണ്ട ആവശ്യമില്ല. അവരെ ഒഴിവാക്കുക. മുന്നോട്ടു പോവുക. ഒരു ഇല കൊഴിഞ്ഞെന്ന് കരുതി ഒരു മരവും വീണ ചരിത്രമില്ല. മറ്റുള്ളവരെ സഹായിക്കുക. പക്ഷെ അത് അവർ നമ്മെ ഉപയോഗിക്കുന്ന തരത്തിലാകരുത്. സ്നേഹിക്കുക. പക്ഷെ നമ്മുടെ ഹൃദയത്തെ നശിപ്പിക്കാൻ ഇടയാവരുത്. വിശ്വസിക്കുക. പക്ഷെ ഒരിക്കലും വിശ്വാസത്തിന് അടിമയാകരുത്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക. പക്ഷെ അതിൽ സ്വന്തം അഭിപ്രായങ്ങൾ മുങ്ങിപ്പോകരുത്. സ്വയം തീരുമാനമെടുക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം. പക്ഷെ ആ തീരുമാനം പ്രാവർത്തികം ആകും മുമ്പേ ആ തീരുമാനം ശരിയാണോ എന്നുകൂടി ആലോചിക്കുന്നതാണ് പക്വത. നമ്മുടെ വീഴ്ചകൾ ആസ്വദിക്കുന്നവരോടും നമ്മുടെ നേട്ടങ്ങളിൽ ദുഃഖിക്കുന്നവരോടും ഇടപെട്ട് അമൂല്യവും പരിമിതവുമായ നമ്മുടെ സമയം പാഴാക്കരുത്. നമുക്ക് നമ്മോട് തന്നെ സ്നേഹം തോന്നുകയും സ്വന്തം കഴിവുകൾ മികച്ചതാണെന്ന് സ്വയം കരുതുകയും ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടു പോകുവാനും ജീവിത വിജയം കൈവരിക്കാനും സാധിക്കുകയുള്ളൂ. നമ്മുടെ ചിന്തയാണ് നമ്മെ നയിക്കുന്നത്. നിരാശയും ആശങ്കയും ദുഃഖവും എല്ലാം നമ്മുടെ ദൗർബല്യമല്ല, നാം മനുഷ്യർ ആണെന്നതിൻ്റെ സൂചനകളാണ്. അത് തരണം ചെയ്യുക എന്നതാണ് പ്രധാനം. ഏതൊരു ബന്ധത്തിൻ്റെയും അടിത്തറയാണ് പരസ്പര വിശ്വാസവും സ്നേഹവും. അത് എന്ന് നഷ്ടപ്പെടുന്നുവോ അവിടെ ബന്ധങ്ങളുടെ കെട്ടുറപ്പും നഷ്ടമാകുന്നു. പുറമേയുള്ള ഭംഗി മാത്രം പോരാ, സ്നേഹവും വിശ്വാസവും വാക്കുകളിലും പ്രവൃത്തിയിലും ഒരുപോലെ പ്രകടമാകണം. എങ്കിലേ ബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ. ഒരു വ്യക്തിയെ തന്നിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഏതെങ്കിലും യഥാർത്ഥ ശക്തി ലോകത്ത് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്നേഹവും പെരുമാറ്റവുമാണ്. മൗനം നല്ലൊരു മരുന്നാണ്. ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും മൗനം പാലിച്ചാൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ടു പോകാം. സഹായം എന്നത് ആവശ്യത്തിലധികം ഉള്ളതിൻ്റെ വിതരണമല്ല, നമുക്കുള്ളതിൻ്റെ പങ്കുവയ്ക്കലാണ്. പണമോ സമ്മാനങ്ങളോ മാത്രമാവില്ല. പുഞ്ചിരിയോ സ്നേഹമോ അഭിനന്ദനങ്ങളോ ആശ്വാസവാക്കോ മാത്രമാവും ചിലർ പ്രതീക്ഷിക്കുന്നത്. സാഹചര്യങ്ങളേക്കാൾ തീരുമാനങ്ങളായിരിക്കണം നമ്മെ നയിക്കേണ്ടത്. ജ്ഞാനമുള്ളവർ പ്രതികൂല സാഹചര്യങ്ങളിൽ രക്ഷപ്പെടുവാനുള്ള വഴികൾ കണ്ടെത്തുവാൻ ശ്രമിക്കും. ബുദ്ധിഹീനർ ഒഴിവുകഴിവുകൾ കണ്ടെത്തുവാൻ ശ്രമിക്കും. നിങ്ങൾ ഒരാളെ എത്ര വേണമെങ്കിലും പ്രശംസിച്ചോളൂ. പക്ഷേ അപമാനിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം. കാരണം അപമാനം എന്നത് അവസരം ലഭിക്കുമ്പോൾ നൽകുന്ന വായ്പയാണ്. എല്ലാവരും പലിശ സഹിതം തിരികെ നൽകുന്നു. ഒരിക്കലും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാകരുത് ഓരോ ബന്ധങ്ങളും. ഏത് സമയവും ഒരുപോലെ വില കൽപ്പിക്കുന്നതാകണം ഓരോ ബന്ധങ്ങളും. അങ്ങനെയുള്ള ബന്ധം ഒരിക്കലും തളരുകയുമില്ല, തകരുകയുമില്ല.